ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ അഞ്ജലി തുണി അലക്കാൻ വേണ്ടി ആ ഡോബിയുടെ കയ്യിൽ എല്ലാ തുണികളും കൊടുക്കുകയാണ്. അതിനുശേഷം ശരി മേഡം എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. അതിനുശേഷമാണ് അഞ്ജലി ആ പേപ്പർ ഇങ്ങനെ വായിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്യാം ആ പേപ്പർ തട്ടിപ്പറിച്ച് വായിക്കുകയാണ്. ഇത് കൊടുത്താലേ മോതിരം തിരിച്ചു കിട്ടുള്ളൂ, ഇത് ബില്ലിന്റെ പേപ്പറാണ് എന്ന് പറഞ്ഞിട്ട് മടക്കി ശ്യാം പോക്കറ്റിൽ വെക്കുക കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് പോകുമ്പോഴേക്കും അഞ്ജലി വിളിക്കുന്നുണ്ട്. അതെ, അവിടെ നിന്നേ ശ്യാമേട്ടൻ എന്ന് പറയുകയാണ്. എന്താ എന്താ അഞ്ജലി മോളെ, എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്ന് പറയുകയാണ്. എന്ത് പറ്റി, എന്താ അഞ്ജലി മോളെ, ശ്യാമേട്ടൻ എന്തിനും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനോ അഞ്ജലി മോളുടെ അടുത്തുനിന്ന് മറയ്ക്കുന്നുണ്ട്. ഞാനേ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവാ, അതിനെ കൊണ്ടൊന്ന് ആലോചിക്കുമായിരുന്നു ഞാനെന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പെട്ടെന്ന് മുഖം മാറുവാട്ടോ. പെട്ടെന്ന് അഞ്ജലിയുടെ കണ്ണൊക്കെ നിറയുവാണ്. പെട്ടെന്ന് അഞ്ജലി കരയുന്നുണ്ട്. അയ്യേ എൻ്റെ രാജകുമാരി ഇത്ര പെട്ടെന്ന് കരഞ്ഞു, ഞാനൊന്ന് തമാശക്ക് പറഞ്ഞതല്ലേ, നോക്ക് ഇത്ര സൽസ്വഭാവിയും ഇത്ര സുന്ദരിയും ഇത്ര നല്ലൊരു പെൺകുട്ടിനെ ദൈവം എനിക്ക് തന്നു. അപ്പൊ മറ്റൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണ പോയിട്ട് ആ ഒരു പെൺകുട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കുക പോലും ഇല്ല. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ രാജകുമാരി, എന്നാലും ഈ തമാശകളൊക്കെ എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നൊരു ശ്യാമേട്ടാ എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട്, ഷോ എൻ്റെ അഞ്ജലി മോളെ അറിയാതാണെങ്കിൽ ഞാൻ വേദനിപ്പിച്ചല്ലോ, എന്റെ നാവ് കൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നല്ലോ, ഞാൻ എൻ്റെ നാവ് പിഴുതെടുക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോഴേക്കും അഞ്ജലി, അയ്യോ ശ്യാമേട്ട വേണ്ട, എനിക്കറിയാം എൻ്റെ ശ്യാമേട്ടൻ എന്നെക്കുറിച്ച് മാത്രമേ വിചാരിക്കാറുള്ളൂ എന്ന്. സാരില്ല ശ്യാമേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാം അഞ്ജലിയെ ചേർത്ത് പിടിക്കാട്ടോ. അങ്ങനെ അഞ്ജലിയും ശ്യാമും കുറച്ച് നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണത് കാണിക്കണത്. അതിനുശേഷം കാണിക്കുന്ന അശ്വിനെയാണ്. അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ്റെ ഒരു കോള് വരുന്നുണ്ട്. അതെ ഇനി വർക്ക് ഫ്രം ഹോം ആയിരിക്കും. ഞാൻ കമ്പനിയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യണത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് അഞ്ജലിയും ലാവണ്യ അവിടേക്ക് വരുന്നുണ്ട്. എന്താ ലാവണ്യ, കുഞ്ഞിന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല അഞ്ജലി ചേച്ചി, ഈ ഓഫീസിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണേ, അപ്പം അതുകൊണ്ട് ഇനി വർക്ക് ഫ്രം ഹോം ആയിരിക്കും, ഞാനും ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, അശ്വിൻ സാറും ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് ഏതായാലും നന്നായി, കുഞ്ഞിനിവിടെ ഉള്ളപ്പോൾ എനിക്കൊരു സമാധാനമാണ് എന്ന് പറയുമ്പോഴേക്കും രാവണ്ടി പറയുന്നുണ്ട്, അത് എല്ലാവർക്കും സമാധാനമുള്ള കാര്യമാണ്, പക്ഷെ ഒരാൾക്കത് സമാധാനക്കേടാണ്. ഹോ, നീ പറഞ്ഞത് നമ്മുടെ ശ്രുതിയുടെ കാര്യമാണ്, പിന്നല്ലാതെ അവളിവിടെ അശ്വിൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങും, അവൾക്ക് ആകെ ഒരു വെപ്രാളമാണെന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാലും നുണ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ശ്രുതിനെ വിളിച്ചു വരുത്തുന്നത്, അവളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വട്ടം കറക്കുമല്ലേ. ഞാനും അഞ്ജലി ചേച്ചിയും മുത്തശ്ശിയും കൂട്ട് അത് ഓർക്കുമ്പോൾ എന്തൊരു വിഷമം പോലെ. സാരമില്ല ലാവണ്യ, ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞവരെ അവൾ ഇവിടെ വന്നേ പറ്റൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു അച്ചടക്കോ ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ ഉണ്ടാവണം. അതിനെക്കുറിച്ച് കള്ളം പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിനറിയാലോ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, നിങ്ങൾ എന്താ ഈ കള്ളം പറഞ്ഞു നോണ പറഞ്ഞു എന്നൊക്കെ പറയണത്, എന്തിനെക്കുറിച്ചാ? ആ കാർട്ടൂൺ ബേബിനെ കുറിച്ചാണോ? ആണോ ലാവണ്യ? അല്ല ഞങ്ങൾ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. എന്തോ ഒരു കളി നടക്കുന്നുണ്ട് ഇവിടെ, ഞാൻ അറിയാതെ നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറ അഞ്ജലി ബേബി, എന്താ പ്രശ്നം? ആ ശ്രുതിനെ കുറിച്ച് നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ, എന്തോ കള്ളത്തരോന്നോ എന്തൊക്കെയോ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, അയ്യോ ആൻറ്റി അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത്, ശ്രുതി ഇവിടെ വരുവാണല്ലോ, അപ്പോൾ ലാവണ്യം അതുപോലെ തന്നെ മുത്തശ്ശി നമ്മളെ വഴക്കും കുറയുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല. ശരി നിങ്ങളെന്തോ മറച്ചു വെക്കണതായിട്ട് എനിക്ക് തോന്നി, ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം മനോരമ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുവാണ്. അടുക്കളയിലേക്ക് പോയ മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെന്നെ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ മനോരമയെടുത്താണ് കളി, ഈ ചായ അഞ്ജലിക്ക് കൊടുക്കാം, അവള് തത്ത പറയണ പോലെ സത്യങ്ങളൊക്കെ പറഞ്ഞോളും, ലാവണി എടുത്ത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല, അവള് ചിലപ്പോൾ ഉരുണ്ട് കളിക്കും, അതുകൊണ്ട് നമ്മുടെ അഞ്ജലിയുടെ തന്നെ സത്യങ്ങളൊക്കെ അറിയണം, അതിന് ഈ ചായ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനോരമ ഒരു ചായ ഉണ്ടാക്കിയിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോകുക കേട്ടോ. അഞ്ജലി ബേബി ഇന്ന ചായ, അതിന് ഞാൻ ചായ വേണമെന്ന് പറഞ്ഞില്ലല്ലോ ആൻറ്റി. അല്ല, ചായ വേണമെന്ന് മോള് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ ബേബിക്ക് നല്ല ക്ഷീണിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടൊരു ചായ ഉണ്ടായിക്കൊണ്ടുവന്നതാണ്, ഇന്ന് ഇത് കുടിക്കുക എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി ചായ കുടിക്കുന്നുണ്ട്. അതിനുശേഷം മനോരമ പതുക്കെ ചോദിക്കണ്ടേ, അല്ല നിങ്ങൾ എന്താ ശ്രുതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത്, എന്ത് ചുറ്റിക്കളി എന്നൊക്കെ പറയണ്ടായാലോ, എന്താ ബേബി അത്, ഞാൻ അറിയാൻ പാടാത്ത വല്ല കാര്യമാണോ? അയ്യോ ആൻറ്റി അങ്ങനെയൊന്നും ഇല്ലെന്നേ, എന്നെ നിന്ന് എന്തോ നിങ്ങൾ വിളിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഞ്ജലി, അതേ നമ്മുടെ മുത്തശ്ശിക്ക് വീണ്ടും ലാവണെടുത്ത് എന്തൊക്കെയോ നീരസം തോന്നി തുടങ്ങിയല്ലോ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, ഇവരിപ്പോഴും പഴയ നൂറ്റാണ്ടിലെ താമസിക്കണത്, ഇവർക്കൊക്കെ എപ്പോഴും ബോധമൊന്നുമില്ല മോളെ എന്ന് പറയാണ്. അപ്പോഴേക്കും അഞ്ജലി പറയണ്ടേ, അത് മാറ്റാൻ വേണ്ടി ശ്രുതിനെ ഇവിടെ കൊണ്ടുവന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു ആൻറ്റി. അതിനെക്കുറിച്ചായിരുന്നല്ലേ, ശരി എന്ന് മനോരമ പറയുന്നുണ്ട്.
വിഷയം മാറ്റാൻ വേണ്ടി അപ്പം തന്നെ അഞ്ജലി പറയണ്ട്, അതെ ആൻറ്റീനെ മുത്തശ്ശി അന്വേഷിക്കണ്ടായിരുന്നു. ഓ എന്നെയോ? എൻ്റെ മൈ ഗോഡ്, എന്തിനാണ് അവ അന്വേഷിക്കണത്? ഇത് ഞാൻ പറഞ്ഞത് എങ്ങനെ കേട്ടോ എന്തോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അഞ്ജലി ബേബി? അയ്യോ അതൊന്നും അല്ലെന്നേ, ആകാശിൻ്റെ വിവാഹകാര്യത്തിനെ കുറിച്ച് എന്തുവാ? സത്യമാണ് നീ പറയണത്? പിന്നല്ലാതെ ആകാശിന്റെ വിവാഹത്തിന്റെ കാര്യത്തിനെ കുറിച്ച് എന്തോ ആരുടെ സംസാരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അമ്മയുടെ അടുത്ത് എന്തൊരു നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട്. എൻ്റെ മൈ ഗോഡ്, ഏതിനും പണക്കാരി പെണ്ണിന്റെ ബന്ധം ആയിരിക്കണേ. എങ്കിൽ ഞാനേ അമ്മയുടെ സംസാരിച്ചിട്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് അഞ്ജലി ഇങ്ങനെ ചിരിക്കുവാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ലാവണ്യടുത്ത് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കാണ്ട് രാമായണത്തിന്റെ ഓരോരോ കാര്യങ്ങൾ വായിച്ചു കൊടുക്കാണ്ട് മേഡത്തിന് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ശ്രുതി എന്ന് പറയാണ്. അത് മനസ്സിലാക്കാൻ വലിയ പാടില്ല മേഡം, നമ്മൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ലാവണ്യമേടെ പഠിച്ചു വരുവാണ്. ഹോ, ഇത് പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്ന് കഴിയുമെന്ന്. നീ എന്താ പറഞ്ഞത്? ഇതൊന്നോ? അതിനൊരു പേരുണ്ട്, അധ്യാത്മ രാമായണം, അങ്ങനെ പറയാവൂ എന്ന് പറയുവാണ്. അതും ഒരു ഭക്തി ഇതായിട്ടേ പറയാവുള്ളൂ, തൊട്ട് തൊഴുത് എപ്പോഴും ആ പേര് പറയാവോ? കണ്ടില്ലേ ഇവളുടെ അഹങ്കാരം, ഇവളുടെ സംസാര രീതിയും ഇപ്പോഴും മാറിയിട്ടില്ല അഞ്ജലി മോളെ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് പിന്നെയും വഴക്കാവാട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി പേടിക്കണ്ട, എല്ലാം ഞാൻ ലാവണ്യമേടത്തിനെ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് നമ്മുടെ ശ്രുതി മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുവാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കോൾ വരുന്നത്. ലാവണ്യ പറയണ്ട്, ശ്രുതി നീ ഒന്ന് ആ ഫോൺ എടുക്കാവോ എന്ന് പറയാണ്. ശ്രുതി വേഗം പോയിട്ട് ആ ഫോൺ എടുക്കുന്നുണ്ട്. അശ്വിൻ്റെ ഓഫീസിനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഹലോ അശ്വിൻ സർ, അതെ നമുക്ക് 1 മണിക്കൂട്ടുള്ള മീറ്റിംഗ് 12 മണിക്കത്തേക്ക് മാറ്റി കേട്ടോ, അതൊന്ന് അശ്വിൻ സാറിനോട് പറയണേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, 1 മണിക്കത്തെ മീറ്റിംഗ് 12 മണിക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടാണല്ലോ അയാൾ വിളിച്ചിരിക്കുന്നത്. സമയം ഇപ്പോൾ 12:50, അപ്പോൾ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ കാര്യം എങ്ങനെയെങ്കിലും കടലമിട്ടായിനെ അറിയിക്കണമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് അശ്വിൻ മുമ്പിലെ കൂടി ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ വിസിലടിച്ച് ഇങ്ങനെ വിളിക്കുവാണ്. അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും 12 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് ആക്ഷൻ കാണിക്കുവാണ്. ഇവൾക്ക് എന്താ വട്ടാണോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് പുച്ഛത്തോടെ പോകുവാട്ടോ. അതിന് ശിഹു ഈ കടലമിട്ടാൻ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു പേനയും പേപ്പറും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി ആ പേന എടുത്തിട്ട് ആ പേപ്പറിൽ എഴുതണം 12 മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേപ്പറിൽ എഴുതണം. അപ്പോഴേക്കും ലാവണ്യ വരുന്നുണ്ട്. നീ ഇവിടെ വന്നേ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കണം. അയ്യോ ലാവണ്യ മേഡം നീ ഇവിടെ വന്നേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ വിളിച്ചിട്ട് ലാവണ്യ പോകുവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് രാമേട്ടൻ വരുമ്പോഴേക്കും നമ്മുടെ രാമേട്ടനോട് ശ്രുതി പറയുന്നുണ്ട്, അതേ രാമേട്ട ആ ടേബിളിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് അശ്വിൻ സാറിന്റെ കൈ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ്. രാമേട്ടൻ പോകുമ്പോഴേക്കും ആ പേപ്പർ കാറ്റത്ത് പറന്ന് പോയിട്ടുണ്ടാവട്ടോ. രാമേട്ടൻ നോക്കുമ്പോൾ രാമായണം മാത്രമേ ആ ടേബിളിൽ ഇരിക്കുന്നുള്ളൂ. രാമേട്ടൻ രാമായണോ? ഇതെന്തിനാണ് അശ്വിൻ സാറിന്? കൊണ്ടേ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ആ രാമായണം എടുത്തിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. എന്താ രാമേട്ട? അല്ല ഇത് തരാൻ പറഞ്ഞു. ഇതെന്തിനാ എനിക്ക്? ഇത് ആര് തരാൻ പറഞ്ഞു? ആ ശ്രുതിക്കുഞ്ഞ്. ശ്രുതിയോ? ശ്രുതി നിനക്ക് രാമായണത്തിൽ തരാൻ പറഞ്ഞത്? ഇതൊരു സമയം പോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അതാണ് അവിടെ എടുത്ത് വെക്കുക കേട്ടോ. ശേഷം രാമേട്ടൻ നിലത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കണ്ട, അല്ല രാമേട്ട ഞാൻ പറഞ്ഞ സാധനം അശ്വിൻ സാറിനെ കൊടുത്തപ്പോൾ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു? എന്തിന്? അശ്വിൻ സാറിനെ പിന്നെ വഴക്ക് പറയാൻ കാരണമൊന്നും വേണ്ടല്ലോ മോള്. എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ തന്ന സാധനം, അതെന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സമാധാനമായിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം നമ്മുടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കേണ്ട, ഇന്ന് ഒരുപാട് കറികളുണ്ടല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതെ ഇന്ന് കറികളെല്ലാം വെച്ചത് ലാവണ്യാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ലാവണ്യനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.